ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യക്ക് ഒരു മോതിരവും ഒക്കെ ആയിട്ടാണ് വന്നത്. ഏതായാലും നവ്യക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കരുതി വിഷുവായിട്ട് നീ എനിക്കൊന്നും വാങ്ങാതെയാണ് വരിക എന്ന്. അപ്പോൾ അഭി പറയുന്നുണ്ട്, നീ എപ്പോഴും പറയുമായിരുന്നില്ലേ വിവാഹത്തിന് മുമ്പ് നിനക്ക് ഒരു ഡയമണ്ട് റിങ്ങൊക്കെ വാങ്ങിത്തന്നിരുന്നു, ഇപ്പോൾ ഒന്നും വാങ്ങിത്തരുന്നില്ല എന്നൊക്കെ. എന്നാൽ ആ പരാതി ഇനി നിർത്തിക്കോ. അപ്പോൾ നബി പറയുന്നുണ്ട്, ഓ ആ പരാതി തീർക്കാനാണോ വാങ്ങിത്തന്നത്? അന്നേരം അബി പറയുന്നുണ്ട്, ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്, അതും വെറും കയ്യോടെയല്ല. അപ്പോൾ നബി പറയുന്നുണ്ട്, എടാ നീ ഒരു ചോക്ലേറ്റ് വാങ്ങിത്തന്നാലും എനിക്ക് സന്തോഷം തന്നെയാണ്. പൊന്നിനോടും പണത്തിനോടും ആർത്തിയൊക്കെ ഉണ്ടായിരുന്ന ഒരു നവ്യ ഉണ്ടായിരുന്നു. എന്നാൽ ആ നവ്യ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അഭി പറയുന്നുണ്ട്, നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയത്ത് നിൻ്റെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇതൊക്കെ നിനക്ക് നേരത്തെ ആകാമായിരുന്നു. അന്നേരം അഭി പറയുന്നുണ്ട്, എൻ്റെ നവ്യെ, നീ വീട്ടിൽ നിന്ന് പോയപ്പോഴാണ് നിൻ്റെ നഷ്ടം എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നീ വേഗം തിരിച്ചു വരണമെന്നാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇനി തിരിച്ചു വരുമ്പോൾ കൂടെ നമ്മുടെ കുഞ്ഞുണ്ടായിരിക്കും. ഓ, അപ്പം മുറിക്കകത്തൊക്കെ നല്ല ബഹളമായിരിക്കും. അപ്പോൾ അഭിയും പറയുന്നുണ്ട്, അതെ അതെ, ഇനി നൂലുകെട്ട് വരെ ഞാൻ ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ അങ്ങ് കൊണ്ടുപോകും. ഇതൊക്കെ കേട്ട് നവ്യക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ എനിക്കിവിടെ നിൽക്കാനൊന്നും ഇഷ്ടമില്ല. എനിക്ക് നിൻ്റെ കൂടെ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. എന്നിട്ട് ഇത്രനാളും ഞാൻ നിന്നെ വിഷമിപ്പിച്ചതിൽ നീ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അബി. പിന്നെ നവ്യ പറയുന്നുണ്ട്, ഇന്ന് നീ ഏതായാലും ഞങ്ങൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചേ പോകാവൂ. ഞാൻ നിനക്ക് ഭക്ഷണമൊക്കെ എടുത്തു വയ്ക്കട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അബി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ, ഒരുത്തി രക്തരക്ഷസിനെ പോലെ വന്നതുകൊണ്ട് ഈ രാക്ഷസിയെ വലിയ വിലയുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അടക്കി നിർത്തിയേ പറ്റൂ. നാളെ പിടിക്കപ്പെട്ടാലും ഇവളുടെ സപ്പോർട്ട് വേണമല്ലോ. പിന്നെ കാണിക്കുന്നത് നയനയെയും ദേവയാനിയെയുമാണ്. അവർ കാറിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിനക്ക് ബിസ്കൊടിയൊക്കെ എടുത്ത് ഞാൻ നിന്നെ മറ്റൊരു ടാക്സിയിൽ പറഞ്ഞു വിടാം. ഞാൻ മോളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴുള്ള ആദ്യമായിട്ടുള്ള വിഷുവായത്. അപ്പോൾ മോൾക്ക് എത്ര എടുത്തു തന്നാലും എനിക്ക് മതിയാകില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. അപ്പോൾ നയനയും പറയുന്നുണ്ട്, ഇത്ര റിസ്ക് എടുത്തിട്ട് എന്തിനാണ് അമ്മ ഇപ്പോൾ വാങ്ങുന്നത്? ഇപ്പോൾ തന്നെ സമയം കുറേ ആയി. അതൊന്നും സാരമില്ല മോളെ. പിന്നെ അഭിയെപ്പറ്റിയും അനാമികയെ പറ്റിയുമൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. അതിലിടയ്ക്ക് നയന ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മ അനാമികയ്ക്കും നല്ലൊരു സമ്മാനം വാങ്ങിക്കൊടുക്കണം, അത് അവൾ പ്രതീക്ഷിക്കുന്നുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയെയുമാണ്. അവരിങ്ങനെ അഭിയെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോൾ അഭി നവ്യ മോളെ കാണുകയും അങ്ങോട്ടേക്ക് പോകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഉപദേശം ഫലിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നെ അവന് പേടിയാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടെന്ന് വരാം. പക്ഷെ മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ട് ഭാര്യയെ സ്നേഹിക്കുന്നവൻ അവന് എത്ര ആത്മാർത്ഥതയുണ്ടെന്ന് പറയാൻ പറ്റില്ല. അവനൊരു പഠിച്ച കള്ളനാ, കുറുക്കു വഴികൾ തേടുന്ന അമ്മയുടെ മകനല്ലേ അവൻ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതാ എൻ്റെയും പേടി. ആദ്യമായിട്ട് നമ്മുടെ പേരക്കുട്ടികളിൽ അച്ഛനാകാൻ പോകുന്നത് അവനാ. ആ ബോധം അവനുണ്ടായില്ലെങ്കിൽ നവ്യയുടെയും കുഞ്ഞിൻ്റെയും കാര്യമാണ് കഷ്ടത്തിലാകുന്നത്. ഏതായാലും അപ്പോഴേക്കും പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മുടെ ദേവയാനി എത്തുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിക്കുമുള്ള വിഷുക്കോടിയൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് അത് അവരുടെ കയ്യിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, വിഷുവായിട്ട് നീ നിൻ്റെ മരുമകൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിരുന്നു? അപ്പോൾ ദേവയാനി അവൾക്ക് എല്ലാവരും വേണ്ടുവോളം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഞാനായിട്ട് പിന്നെയും പൈസ കളയണോ എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, സാരമില്ല, ഇപ്പോൾ ഇങ്ങനെയെങ്കിലും പോകുന്നുണ്ടല്ലോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവയാനിയോട് സത്യങ്ങളൊക്കെ പറയാനായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അയ്യോ അത് വേണ്ട, ഇപ്പോൾ വീടിനകത്തൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട. ദേവയാനി പിന്നെ എല്ലാവരോടും പിണങ്ങി നടക്കാൻ അത് മതി. ഏതായാലും മുത്തശ്ശനും മുത്തശ്ശിയും ഇത് പറയുന്നതൊക്കെ കുറച്ച് മാറി നിന്ന് നമ്മുടെ ദേവയാനി കേൾക്കുന്നുണ്ട്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കനകയെയും നവ്യയെയുമാണ്. കനക ചോദിക്കുന്നുണ്ട് നവ്യയോട്, അല്ല മോളെ, അവിയുടെ ഈ മാറ്റം വിശ്വസിക്കാവുന്നതാണോ? അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അങ്ങനെ വിശ്വസിക്കുകയൊന്നും വേണ്ടമ്മേ. അങ്ങനെ വിശ്വസിച്ചാൽ പിന്നീട് അത് സങ്കടത്തിന് കാരണമാകും. അവൻ ഇടയ്ക്കിടയ്ക്ക് നിറം മാറുന്നവനല്ലേ. അവൻ്റെ അമ്മയെ ഒരു ഓന്താണ്.
പിന്നെ ഏതായാലും എനിക്കിത്തിരി ആശ്വാസം തോന്നുന്നുണ്ട് ഇപ്പോൾ അവൻ്റെ പെരുമാറ്റത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നവ്യ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മുടെ നയനയും വരുന്നുണ്ട്. നയനയും എല്ലാവർക്കും വിഷ്കൊടിയൊക്കെ ആയിട്ടാണ് വന്നത്. കനക പറയുന്നുണ്ട്, എന്തിനാണ് മോളെ ഇതൊക്കെ വാങ്ങിച്ചത്? ആദർശ് എല്ലാവർക്കും എടുത്തതാണല്ലോ. അപ്പോൾ നയന പറയുന്നുണ്ട്, എല്ലാം ആദർശേട്ടൻ്റെ അമ്മയുടെ നിർബന്ധമാണ്. നല്ല പൈസയായി, ബില്ല് ഞാൻ പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിച്ചില്ല. അമ്മയ്ക്ക് വേണ്ടിയും 2 സാരി വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നയന. അപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് കനകയും നവ്യയും സാരിയൊക്കെ നോക്കുന്നുണ്ട്. ഓ, ഇതൊക്കെ വളരെ നല്ല സെലക്ഷൻ ആണല്ലോ എന്ന് പറയുന്നുണ്ട് നവ്യ. ഏതായാലും കനകക്കും നവ്യക്കും സാരിയൊക്കെ വളരെ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ കാണിക്കുന്നത് നന്ദുവിൻ്റെ ഫോണിൽ ഇങ്ങനെ അനി വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും പറഞ്ഞതൊക്കെ ഓർത്ത് നന്ദു വളരെ വിഷമത്തോടെ ആണെങ്കിലും ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ അനി ഭയങ്കര ടെൻഷനിലാകുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ട്സിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അനിയെ കണ്ടതും അവർ ചോദിക്കുന്നുണ്ട്, എന്തായടാ നന്ദു ഉടനെ വരുമോ? അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അവളെ വിളിച്ചില്ലേ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളെങ്ങനെ അവളെ വിളിക്കുന്നത്, നീയല്ലേ വിളിക്കേണ്ടത്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഞാൻ 2-3 തവണ വിളിച്ചു, പക്ഷേ അവൾ ഫോൺ എടുക്കുന്നില്ല. ഏതായാലും നിങ്ങളൊന്ന് വിളിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലൊരുത്തൻ നന്ദുവിനെ വിളിക്കുന്നുണ്ട്. പിന്നെയും ഫോൺ റിങ് ചെയ്യുന്നത് ശബ്ദം കേട്ട് നന്ദു നോക്കുന്നുണ്ട്. ഓ, ഇത് രാകേഷാണല്ലോ. ഇത് അനി പറഞ്ഞിട്ട് തന്നെ വിളിക്കുന്നതായിരിക്കും. ഇനി എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമാകും. എല്ലാം കൂടി വീട്ടിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നൊക്കെ വിചാരിച്ച് നന്ദു ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് രാകേഷ് ചോദിക്കുന്നുണ്ട്, എടി നീ എന്താടി ഫോണൊന്ന് അനി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദ പറയുന്നുണ്ട്, എനിക്കിന്ന് വരാൻ കഴിയില്ലടാ. അപ്പോൾ രാകേഷ് പറയുന്നുണ്ട്, ഇത് ഒരുമാതിരി പറ്റിക്കലായി പോയല്ലോ. അപ്പോൾ നന്ദ പറയുന്നുണ്ട്, അതിനെപ്പറ്റിയൊന്നും എനിക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പോൾ രാകേഷ് അനിയോട് പറയുന്നുണ്ട്, എടാ അമ്മ വരുന്നില്ലെന്നാണ് പറഞ്ഞത്, വീട്ടിൽ നിന്ന് നല്ല ഉപദേശം കിട്ടിക്കാണും, അതാ വരാത്തത്. അപ്പോൾ അനി പറയുന്നുണ്ട്, എനിക്ക് എത്രയായാലും അവളെ കാണണം. ക്യാമ്പിലേക്ക് പോയാൽ പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടേ അവളെ കാണാൻ കഴിയൂ എന്നൊക്കെ പറയുന്നുണ്ട്. അവളെ എന്തായാലും ഇന്ന് ഞാനിവിടെ വരുത്തും, എനിക്ക് അവളെ കാണാതിരിക്കാൻ കഴിയില്ല, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയുന്നുണ്ട് അനി. പിന്നെ കാണിക്കുന്നത് ദേവയാനി അയനയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വിഷു കൈനീട്ട് തരാനായി നാളെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് ഹാപ്പി വിഷു ഒക്കെ പറയുന്നുണ്ട്. ആദർശ് വിളിച്ചിനോ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ലമ്മേ വിളിച്ചിട്ടൊന്നുമില്ല, എന്ത് പറ്റിയെന്നറിയില്ല, ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയും കനകയും ഒക്കെ ചേർന്ന് വിഷുക്കണി ഒരുക്കുന്ന തിരക്കിലാണ്. കനക ചോദിക്കുന്നുണ്ട് നയനോട്, മോളവിടെ ഇല്ലാത്തത് കൊണ്ട് അവർക്കൊക്കെ വിഷമമുണ്ടാകും. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതൊന്ന് പറയണോ, കണിയൊരുക്കാൻ ഇവൾക്കുള്ള മിടുക്ക് എത്രയാണെന്ന് അവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നയന പറയുന്നുണ്ട്, വിഷുവായിട്ട് നല്ലത് മാത്രം കേൾക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അവിടെയാകുമ്പോൾ അപ്പച്ചിയും അനാമികയും ഇളയമയും എല്ലാം ചേർന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അനാമികയ്ക്കും ഞാനവിടെ ഇല്ലാത്തതാണ് ഇഷ്ടം, അതുകൊണ്ട് അവളുടെ ഈ വിഷു നല്ല രീതിയിൽ കഴിയട്ടെ. അതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. പിന്നെ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നതാണ് കാണിക്കുന്നത്. അനിയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അവനിപ്പോൾ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും, ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ആർക്കറിയാം. പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. ഭയങ്കര വിഷമത്തിലാണ് അനി. എനിക്കൊന്ന് മദ്യപിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, വിഷുവായിട്ട് നീ ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്, നീ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമല്ല. അപ്പോൾ അനി പറയുന്നുണ്ട്, ആ കുടുംബം തന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത്. അപ്പോൾ ഫ്രണ്ട്സെല്ലാം പറയുന്നുണ്ട്, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഏതായാലും നന്ദുവിനെ വിളിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, ശരി ഞാനും കൂടെ വരാം. നീ വരികയേ വേണ്ട എന്ന് പറയുന്നുണ്ട് ഫ്രണ്ട്സ്. നീ വല്ല തലമ്പാണ് കാണിക്കുന്നത്, ഏതായാലും ഞങ്ങൾ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. അനിയാണെങ്കിൽ വല്ലാതെ വീർപ്പ് മുട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.